മരങ്ങളുടെ ചോലയാ അല്ല ചോല. നീ വരണം പ്രകാശം. ചില വീട്ടുകാര്യങ്ങൾ. അയ്യോ രാജേട്ടാ, ഈ മുല്ലയൊക്കെ വാടി നിക്കണല്ലേ, വെയിലില്ലാത്തോണ്ടാണെന്ന് തോന്നുന്നു കേട്ടാ. വെയിലിന്റെ പ്രശ്നം തന്നെ, ചോലയായോണ്ടായിരിക്കും. മരങ്ങളുടെ തണൽ നിൽക്കല്ലേ ഒരുപാട്. ഈ മുല്ലയ്ക്ക് എന്തിന് താങ്ങ് കൊടുക്കണേ? ഇത് പടരണല്ലോ, പിന്നെ എന്ത് പടരുന്നല്ല, എന്നാലും ഇതിങ്ങനെ കെട്ടി വെച്ചാലേ ഒന്ന് ഒതുങ്ങിയിരിക്കും. സ്ഥലക്കുറവല്ലേ. ഈ ചോല കാരണം ഇവിടെ സൂര്യപ്രകാശമൊക്കെ ഇല്ല, ഈ ചെടികളൊന്നും നേരെ വളരെയില്ല കേട്ടാ. എന്ന് കയറി നമുക്ക് മരങ്ങളൊക്കെ വെട്ടിക്കളയാൻ പറ്റുമോ? മരങ്ങൾ വേണ്ടേ, നമുക്ക് ഓക്സിജൻ വേണ്ടേ? ഈ മരങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഓക്സിജൻ കിട്ടേയില്ലേ. ഈ ഓക്സിജൻ ഒന്നും കിട്ടില്ലെങ്കിൽ ചോദിച്ചാലേ, ഈ പ്രകാശ സംശ്ലേഷണം കൊണ്ടാണ് നമ്മുടെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ ആയിട്ട് മാറുന്നത്. അതും സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന രീതിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കുകയുള്ളൂ. അപ്പൊ പിന്നെ ഈ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ പിന്നെ കുറെ വർഷം കഴിയുമ്പോ ഇനി ഓക്സിജൻ കിട്ടാത്ത സാഹചര്യം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു സാഹചര്യം വന്നുകൂടാന്നില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഒരു വീടിന്റെ മുറ്റത്ത് മരങ്ങളൊന്നും കാണാനില്ല. ജോലി തിരക്ക് കാരണം ചിലപ്പോ അവർക്ക് മുറ്റമൊന്നും വൃത്തിയാക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും മരങ്ങളൊന്നും വെക്കാത്തത്. അത് തന്നെയാവും. പണ്ട് നമുക്കറിയില്ലേ, പണ്ട് നമ്മുടെ വീടുകളിൽ രാവിലെ എണീറ്റ് ഈ കാപ്പിയും പലഹാരവും ഉണ്ടാക്കുന്നതിന് മുന്നേ ആദ്യം ചെയ്യുന്ന മുറ്റമടിയാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് വീടിനകത്തുള്ള ജോലികളൊക്കെ ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ ഓക്സിജന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണെന്നറിയോ, നമ്മൾ ഈ ആൾത്തിരക്ക് കൂടുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ലേ, ആൾത്തിരക്ക് കൂടിയ സ്ഥലങ്ങളിലൊക്കെ ആളുകൾ വെപ്രളം കാണിച്ച് മറിഞ്ഞു വീഴുന്നു, ഓടുന്നു, തിരക്കിൽപ്പെടുന്നു, മരിക്കുന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിനൊക്കെ പ്രധാനമായും സംഭവിക്കുന്ന ഒരു കാര്യം, ആ ആൾക്കാർ കൂടുന്നതനുസരിച്ച് അവിടുത്തെ ഓക്സിജന്റെ അളവ് കുറയും, വായുവിലെ ഓക്സിജന്റെ അളവ് കുറയും. അങ്ങനെ അവർക്ക് പെട്ടെന്ന് ക്ഷീണവും ഹാർട്ടിന്റെ ബീറ്റ് കൂടുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ കൂടുതലും അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഈ മരങ്ങളിൽ നല്ലത് നമുക്ക് വേറെ ഒരു രീതിയിൽ ഓക്സിജൻ കിട്ടാനുള്ള വഴിയില്ലേ? എന്തായാലും സൂര്യപ്രകാശം വഴി നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഓക്സിജൻ കിട്ടുള്ളൂ. അതും പ്രകാശ സംശ്ലേഷണം വഴി മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതിൽ തന്നെ കടലിലെ ആൽക്കഹോൾ പോലെയുള്ള പായലുകളുണ്ട്. ആ പായലുകളിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള 70% ഓക്സിജനും കിട്ടുന്നത്. ബാക്കിയാണ് ഈ പറയുന്ന നമ്മുടെ സാധാരണ ഭൂമിയിലെ മരങ്ങളിൽ നിന്ന് കിട്ടുന്നത്. അതിന് തന്നെ വേറൊരു കാര്യമുണ്ട്, ഭൂമിയിൽ 70% കടലാണ്, വെള്ളമാണ്. ബാക്കി 30% മാത്രമേ ഉള്ളൂ കര. അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ സംഭവിച്ചത്. മനുഷ്യരാശിക്ക് ഓക്സിജന്റെ പ്രാധാന്യം പറയേണ്ടതില്ലല്ലോ. നമുക്ക് മാത്രമല്ല, നമ്മുടെ മനുഷ്യരാശിക്ക് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും, പക്ഷി മൃഗാദികൾക്കും എല്ലാം ഓക്സിജൻ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് വേണ്ടി, എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടി നമ്മുടെ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താം. അപ്പോൾ ഈ നല്ലൊരു ചിന്തയോടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.